നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം കേട്ടോ. ഞാൻ ഭയങ്കര കുക്കൊന്നുമല്ല, നല്ല ടേസ്റ്റായിട്ട് ഫുഡ് അങ്ങനെ നല്ല ടേസ്റ്റിൽ അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളൊന്നുമല്ല. എന്നാലും വലിയ കുഴപ്പമില്ല, മക്കൾക്കൊക്കെ ഇഷ്ടമാണ്, എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പനീർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻറ്റിൽ 1-2 ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ പനീർ ഉണ്ടാക്കാറെന്നുള്ളത്. അപ്പോൾ ഇന്നിതാ നമ്മൾ എന്നും ചിക്കനും മീനൊക്കെ വാങ്ങണതിൻ്റെ ഇടയ്ക്ക് 1-2 ദിവസമൊക്കെ നമ്മളിതാ ഇതുപോലെ പനീറൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ കരുതി അതൊരു ഷോർട്സ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമൻറ്റിന് റിപ്ലൈ ആയിട്ട് ഷോർട്സ് ആയിട്ട് ഇടാമെന്ന്. അപ്പോൾ ഇന്നതാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പനീർ എടുത്തിട്ടുണ്ട്. ചോറ് അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ റേഷൻ കടയിൽ തരികയായതുകൊണ്ട് ഗ്യാസുമ്മൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ അതാ നമ്മൾ പനീർ കുറച്ച് ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് ഊറ്റി വെക്കുക. ആ സമയം കൊണ്ട് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും ചീരുള്ളിയൊക്കെ ഒന്ന് എടുത്തിട്ട് പച്ചമുളകൊക്കെ ഒന്ന് ചതക്കി എടുക്കുന്നുണ്ട്. പനീർ ഇതാ ഞാൻ നല്ല ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇതാ അതുപോലെ തന്നെ ഒരു ഉള്ളിയും പിന്നെ ഒരു ഉള്ളീൻ്റെ പകുതിയും ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഒക്കെ ഒന്ന് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്ലേറ്റിലൊക്കെ ആക്കി വെച്ചത്, അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാറാണ് ചെയ്യാറുള്ളത്. അങ്ങനെ എന്തായാലും ഇതാ ഞാൻ അടുപ്പത്ത് നല്ലൊരു പരന്ന ചട്ടി തന്നെ വെച്ചു. അതിലേക്ക് ആദ്യം ഇച്ചിരി വെളിച്ചെണ്ണയും പിന്നെ അതിൻ്റെ ഒപ്പം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പനീർ വെക്കുമ്പോൾ ബട്ടറും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. നല്ല നെയ്യായാലും കുഴപ്പമില്ല, പക്ഷേ ബട്ടർ ആകുമ്പോഴാണ് എനിക്കൊന്നുകൂടി ടേസ്റ്റ് തോന്നാറുള്ളത് കേട്ടോ. ഞാൻ വെക്കുന്ന രീതിയാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ എന്നിട്ട് അതിലേക്ക് ഞാനിതാ നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുത്തു. നന്നായിട്ട് വാടി ബ്രൗൺ കളറായി വരുന്നവരെ വാടിയിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് വാടിയിട്ട് ഒന്നൊന്ന് വാട്ടി കൊടുത്തിട്ട് അതിലേക്ക് തക്കാളി അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെന്ത ശേഷം ഞാൻ അതിലേക്ക് ഇച്ചിരി മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ അതിനൊപ്പം എന്താ പറയുക ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ അതാ ഒന്ന് അതിൻ്റെ പച്ചമണം ഉണ്ടല്ലോ, ആ ഒരു പച്ചമണം കുത്തുന്ന മണമൊക്കെ ഒന്ന് ജസ്റ്റ് ചെറിയ തീയിലിങ്ങനെ വയറ്റി കൊടുക്കുക. സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് തന്നെ കരിയാൻ സാധ്യത ഉണ്ടല്ലോ. ഞാൻ തീ കുറച്ചും കുട്ടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിലേക്ക് അങ്ങനെ ഒന്ന് ജസ്റ്റ് പച്ചമണം മാറി വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ പനീർ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് പിന്നെയും വയറ്റി കൊടുത്തു. ഇനിയിപ്പോൾ നല്ല കുറച്ച് വെള്ളം ഗ്രേവി ആയിട്ടുള്ള ടൈപ്പൊക്കെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളമൊക്കെ പാർന്നെടുത്ത് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വേവുമെന്ന് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് വേവുന്നൊരു സാധനമാണിത്. പിന്നെ ഞാൻ വന്നപ്പോൾ ഇനിയിപ്പോൾ മല്ലിച്ചപ്പ് പുതിന ഇട്ട് കൊടുക്കുക, പിന്നെ ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഇത് ചപ്പാത്തിയിലേക്ക് ചോറിലേക്കൊക്കെ അടിപൊളിയായ ചപ്പാത്തിയിലേക്കാണ് എനിക്ക് തോന്നുന്നു കൂടുതലൊരു ടേസ്റ്റായിട്ട് തോന്നാറുള്ളത് കേട്ടോ. ഞാൻ പിന്നെ ഡയറ്റ് ആയതുകൊണ്ട് 2 മുട്ടയും പനീറാണെന്ന് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ.